ഹരി ഓം. ഏവർക്കും പറഞ്ഞ അവിടത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന്റെ രാശിമാറ്റമാണ് അല്ലെ. മേടം 31 രാത്രി 10:07 വ്യാരം ഇടവൻ രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ, അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ 2025 മെയ് 14 ആണ് രാശി മാറുന്നത്. ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത്. ഈ വ്യാഴം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക. ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് വന്നേക്കണേ, മിഥുന രാശിയിലാണ് വന്നേക്കുന്നത്, ബുധന്റെ രാശിയിലാണ് വന്നേക്കണേ അല്ലെ. അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി പരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് കുറച്ച് ഉയർച്ചകൾ, അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക, ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ ഒരു അപ്സ്കിൽ നടത്താനൊക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യാഴത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക. അത് മാത്രമല്ല ഇതാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ, നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് 5, 7, 9 ആണ് അല്ലെ. അപ്പൊ 5 എന്ന് പറയുമ്പോൾ തുലാം രാശിയാണ്, 7 എന്ന് പറയുമ്പോൾ ധനുരാശിയാണ്, 9 രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ്. അപ്പൊ ഈ 3 രാശിയിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുക. അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം. നമ്മുടെ ദേവനന്ദു എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുക കേട്ടോ. എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പൊ അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. മേടരാശി അശ്വതി ഫണ്ണി കാർത്തിക കാലടങ്ങുന്ന നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മേടരാശിക്കാർക്ക് ഈ വ്യാഴത്തിന്റെ മാറ്റം നോക്കുമ്പോൾ ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്ക് 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്കാണ് വന്നേക്കണേ. വ്യാഴം എന്ന് പറയുന്നത് മേടരാശിക്കാരെ സംബന്ധിച്ച് യോഗകരമാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഭാവബലം കുറവാണ്, അല്ലെങ്കിൽ സ്ഥാനബലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്താണ് ദൃഷ്ടിബലം പറയാവുന്ന സമയമാണ് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നോക്കിക്കഴിഞ്ഞാൽ 9, 12 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുക അല്ലെ. ഈശ്വരഗ്രഹം ആയതുകൊണ്ട് നമുക്ക് എന്താണ് നല്ല ഫലങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യും. 2ാം ഭാവാധിപനായതുകൊണ്ട് തന്നെ നമുക്ക് ചെലവുകളും പ്രദാനം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ പറയുകയാണെങ്കിൽ ഇളയ സഹോദരൻ സഹോദരി, അതുപോലെ തന്നെ അയൽവക്കം, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നിമിത്തമൊക്കെ നമുക്ക് സഹായങ്ങൾ, ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു ടൈം ആയിരിക്കും ഈ ഒരു വർഷക്കാലം എന്ന് പറയുക കേട്ടോ. ഏകദേശം നമുക്ക് അനുകൂലമായിട്ട് നമ്മളെ നിൽക്കുക, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. വ്യാഴത്തിന്റെ ദൃഷ്ടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് 7, 9, 11ാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അതായത് തുലാം രാശിയിലേക്കും ധനുരാശിയിലേക്കും കുംഭരാശിയിലേക്കാണ് ദൃഷ്ടി വന്നിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ വ്യാഴം 7ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാർട്ണർഷിപ്പ് തരത്തിൽ ബിസിനസ് ചെയ്യുന്നവര്, അതുപോലെ തന്നെ നമ്മുടെ ജീവിത പങ്കാളി, അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിലാക്കി നിൽക്കുക, കാമുകൻ അല്ലെങ്കിൽ കാമുകി, ഈ ഒരു തരത്തിലൊക്കെ നോക്കിക്കഴിയുമ്പോഴും ചില തരത്തിൽ ബന്ധപ്പെട്ട് നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന സമയം. കാരണം നിങ്ങൾ തമ്മിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചു പോകാനൊക്കെ പറ്റുന്ന ഒരു ടൈം ആയിരിക്കും. ടൈം എന്ന് വെച്ചാൽ അത് ജീവിത പങ്കാളി ആയെങ്കിൽ അങ്ങനെ, അതല്ല പ്രണയിച്ച് നിൽക്കുന്നവരുടെ ഇടയിലായെങ്കിൽ അങ്ങനെ, ഇനി അതിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഇടയിലും പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവർക്കിടയിലുള്ള പാർട്ട്ണർഷിപ്പിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എങ്കിൽ അതൊക്കെ ഒന്ന് സോൾവ് ആയി നമുക്കൊന്ന് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയമാണ്. രണ്ടുപേർക്കും എന്താണ് ഒരു ദുഃഖം, മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ആശ്വാസം കിട്ടുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു ടൈമായി ഈ കാലയളവ് എന്ന് പറയുക കേട്ടോ. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് മാറി നമുക്കൊരു അനുകൂലമായ സ്ഥലത്തിലേക്ക് മാറുന്നൊരു ടൈമും കൂടി ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിത പങ്കാളിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഒക്കെ നോക്കുമ്പോൾ ജീവിത പങ്കാളിയൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. കാര്യം ശനി നമുക്ക് 12ലാണ് നിൽക്കുക. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ ചില ഡിലേസ് ചെയ്താൽ പോലും നമുക്ക് ഈ വ്യാഴം നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ വ്യാഴത്തിന് ദൃഷ്ടി പ്രധാനമായി നമുക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സക്സസ് ആണ്. അതായത് നമുക്ക് ജീവിത പങ്കാളിയൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തം നമുക്ക് ഉണ്ടാവുക എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് 9ലേക്ക് ധനുവിലേക്കുണ്ട്. ധനു എന്ന് പറയുമ്പം എന്താണ് വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് അല്ലെ. അപ്പൊ സ്വക്ഷേത്രത്തിൽ രാശിനാഥൻ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
അപ്പൊ നമുക്ക് നല്ലൊരു പദവി, നല്ലൊരു അധികാരം ഒക്കെ ലഭിക്കാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ ആത്മീയ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇടപെടുന്നവർക്കൊക്കെ അനുകൂല കാലയളവെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പിതാവ് അല്ലെങ്കിൽ പിതാവ് തുല്യ സ്ഥാനത്തിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായ അവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പം പിതാവ് തന്നെയാവണല്ല, നമ്മളിപ്പോ പിതാവിനെ പോലെ കാണുന്നവര് ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ ഒരു പിതാവ് സ്ഥാനത്ത് കൊടുക്കുന്നവരൊക്കെ, അവരിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട്, സഹായങ്ങളൊക്കെ കിട്ടുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. വ്യാഴത്തിന്റെ ദൃഷ്ടി അടുത്തായിട്ട് 11-ലാണ്, കുംഭൻ രാശിയിലാണ് വരിക. ഇവിടെ നമുക്ക് നോക്കിയാൽ കുംഭത്തിലാണ് രാഹു നിൽക്കുക അല്ലെ. അപ്പൊ നമുക്കൊരു വരവുണ്ടാവും ചെലവും ഉണ്ടാവും സമയമായിരിക്കും ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത്. സോ നമുക്ക് വരവുണ്ടാവും ചെലവുണ്ടാവണമെങ്കിൽ വരവുണ്ടാവണല്ലോ. ഓക്കെ, അപ്പൊ ഒരു വരവുണ്ടാവും ചെലവുണ്ടാവും സമയമാണ്. അത് മാത്രം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വരവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെലവ് എന്ന് പറയുന്നത് പിന്നീട് ഒരു വരുവായിട്ട് വരുമാന മാർഗമായി വരുന്ന രീതിയിൽ, ഇപ്പൊ നമ്മളൊരു കാര്യം മേടിച്ചിട്ടു, അത് മേടിച്ചത് പിന്നീട് നമുക്കൊരു അനുകൂലമായിട്ടൊരു വരുമാനം വരുന്നൊരു മാർഗം ആയിട്ട് വരാനൊക്കെ കാലക്രമേണ സമയമായിട്ട് വരുന്ന പോലെ ഒരു കാര്യമാണ്. ഇപ്പൊ ചെലവ് വരുമ്പോൾ ഒത്തിരി ദുഃഖിക്കൊന്നും വേണ്ട, ആ ചെലവ് നിമിത്തം നമുക്ക് ഒരു വരുമാനം വന്നു ചേരാനും യോഗമുണ്ട്. അതുപോലെ തന്നെ മൂത്ത സഹോദരനിൽ നിന്നൊക്കെ നമുക്കൊരു സപ്പോർട്ടൊക്കെ കിട്ടാനും ചാൻസ് ഉള്ള സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നോക്കുമ്പോൾ മേടം സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിവുകളൊക്കെ വർദ്ധിക്കാൻ പറ്റുന്ന കാലയളവ് തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അറിവ് വർദ്ധിക്കുക, അതുപോലെ നമുക്ക് ചിന്താശേഷി വർദ്ധിക്കുക, നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വലയമായാലും വർദ്ധിക്കുക, അതുപോലെ നമ്മുടെ നെറ്റ്വർക്കിംഗ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂട്ടായ്മയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നമ്മളായിട്ട് കുറച്ചുകൂടി നമ്മുടെ ഒരു സർക്കിൾ ബിൽഡ് ചെയ്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരളവ് കാലയളവ് തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. പൊതുവെ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ ഒന്നും എടുക്കാതെ മുന്നോട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാ, സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അത്രയ്ക്കാണ് പൊതുവായിട്ട് മീനരാശിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയാം. അപ്പൊ പ്രവൃത്തികൾ ചെയ്ത് ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. മുക്കാല് രോഹിണി മകേരം വരെ അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ഇടവ രാശി എന്ന് പറയാം അല്ലെ. ഇടവ രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശനി എന്ന് പറയുന്ന 11-ലും 10-ല് രാഹുവും വ്യാഴം 2-ൽ നിൽക്കുന്ന സമയമാണ്. ജന്മത്തിൽ നിന്ന് 2-ലേക്കാണ് വ്യാഴം മാറുക. ഇടവരാശിക്ക് 2-ലെ വ്യാഴം, 2 എന്ന് പറയുമ്പോൾ വാക്ക് സ്ഥാനമാണ് അല്ലെ, ധനത്തിന്റെ സ്ഥാനമാണ്, കുടുംബത്തെ സ്ഥാനമാണ്, മുഖം ഒക്കെ നമുക്ക് പറയാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ധനലാഭവും സാമ്പത്തികമായ പുരോഗതിയൊക്കെ പറയാവുന്ന സമയമാണ്. കുടുംബസുഖം, കുടുംബ ഐക്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും ഇടവരാശി സംബന്ധിച്ചോളം. അതുപോലെ നിങ്ങൾ കൂടുതലും ഈ വാക്കുകളൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എനിക്ക് നിറവേറ്റണം അല്ലെങ്കിൽ പാലിക്കണം എന്നൊരു ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നവരായിട്ട് ഈ ഒരു ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ല ചിന്തകളും നിമിത്തം നല്ല അനുകൂലമായ ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ വ്യാഴത്തിന്റെ രാശിമാറ്റം നമുക്ക് ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ 8-11 ഭാവാദിനാണ് വ്യാഴം എന്ന് പറയാം അല്ലെ. 8 മീനത്തിന് ധനുവിന്റെ രാശിനാഥനാണുള്ള വ്യാഴം. സോ 8-11 ഇടവത്തിൽ നിന്ന് 8-11 ഭാവാദിനാണ് വ്യാഴം എന്ന് പറയാം. 8 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അൺമൂവബിൾ അല്ലെങ്കിൽ നമുക്ക് അണക്കാൻ പറ്റാത്ത സ്വത്ത് എന്നൊക്കെ പറയാം, നോ മൂവബിൾ അസറ്റ്സ് ഒക്കെ വാങ്ങാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാത്തവർക്കാണെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയേറിയ സമയം തന്നെയാണ് ഈ ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ. സാമ്പത്തികമായ നല്ല രീതിയിൽ പുരോഗതിയൊക്കെ ലഭിക്കുന്ന രാശി തന്നെയാണ് ഇടവ എന്ന് പറയുന്നത് കേട്ടോ. 6-ലെ വ്യാഴം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 6-ലേക്ക് വ്യാഴ ദൃഷ്ടി അല്ലെ, 6-ലേക്ക് തുലാം രാശി, ഇടവത്തിന് തുലാം എന്ന് പറയുന്നത് 6-ാം ഭാവമാണല്ലോ. സോ 6-ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ, അല്ലെങ്കിൽ രോഗങ്ങളൊക്കെ ബാധിച്ചവർക്ക് അതൊക്കെ കുറയും. അതുപോലെ കടങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ടൈമും, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരുന്നൊരു കാലവരായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അല്ലെങ്കിൽ അതിനൊരു പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുകയും അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ തന്നെ കുറഞ്ഞൊന്നും വരില്ല. ഇപ്പൊ ഒരു അസുഖം ഉണ്ടെങ്കിൽ മരുന്ന് മേടിക്കേണ്ടി വരും. ആ മരുന്ന് കൃത്യമായിട്ട് നല്ല വൈദ്യൻ ആരാണ് കാണാനോ അല്ലാതെ അറിയണം, അതനുസരിച്ച് അത് പോയി ചെയ്യുമ്പോൾ അത് കുറയണം. കടങ്ങളാണെങ്കിൽ അത് അടിക്കാൻ നമുക്ക് പുതിയ വരുമാന സ്രോതസ് നമുക്ക് കിട്ടുവാണെങ്കിൽ കടങ്ങൾ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. കുറച്ചുകൂടി നമ്മുടെ സേവിങ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ചുകൂടി
അപ്സ്കിൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി നല്ലൊരു മാനേജ്മെന്റ് നടത്തി എന്ത് ചെയ്യാൻ പറ്റും, കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ പൊതുവെ കടങ്ങളൊക്കെ കുറയുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ 8ലെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കടങ്ങൾ, വലിയ ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുന്ന സമയം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ വലിയ തരത്തിൽ രോഗ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതും കുറയുന്ന സമയം തന്നെയാണ്. കാരണം 8ലേക്ക് എന്താണ്, വ്യാഴ ദൃഷ്ടിയുണ്ട്. ഇവിടെ 8 എന്ന് പറയുമ്പോൾ ധനുരാശിയാണ്. ധനു എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ സ്വക്ഷേത്രമാണ് അല്ലെ. സ്വക്ഷേത്രത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, ഒരു അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുക. സോ നമുക്ക് എന്താണ്, വലിയ തരത്തിലുള്ള കടങ്ങള്, ദുരിതങ്ങള്, അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ പറ്റുന്ന സമയം തന്നെയാണ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പ്രദാനം ചെയ്യും ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത്. കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, ദുഃഖങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രണയത്തിനിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതും പരിഹരിച്ച് ഒരു ഐക്യത്തിലൊക്കെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 10ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തൊഴിലൊന്ന് മാറണം, തൻ്റെ ഫീൽഡ് ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ്. സോ അതിനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ് ഇടവരാശിക്കാർക്ക്. അതുപോലെ തന്നെ ഇടവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വ്യാഴത്തിന്റെ അനുകൂല അവസ്ഥ നമുക്ക് പറയാൻ സാധിക്കും. പലതരത്തിൽ നമ്മളെ വ്യാഴം എന്താണ് കാത്തുരക്ഷിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭവന യോഗം, അതുപോലെ വാഹന യോഗം. ഇപ്പൊ കുറെ നാളായിട്ട് വാഹനം വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ്, വീട്ടിൽ പറയുന്നുണ്ട് ഒരു വാഹനം വാങ്ങണം, ഒരു വാഹനം എടുത്താൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പോവായിരുന്നു ഒരിടത്ത്. അല്ലെങ്കിൽ ഒരു ബൈക്ക് പോലും ഇല്ലാത്തതാണെങ്കിൽ എന്തായാലും ഒരു ബൈക്കൊക്കെ എടുക്കുകയെങ്കിൽ അടുത്ത് പോയി വരാം എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കുന്ന സമയം തന്നെയാണ് കേട്ടോ ഈ ടൈം എന്ന് പറയുന്നത്. വാഹന നേട്ടം, വാഹന ഭാഗ്യം, ഭവന നേട്ടം, ഭവന ഭാഗ്യമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിലൊക്കെ ഇല്ലാത്തവർക്ക് തൊഴിൽ നേട്ടമൊക്കെ പറയാവുന്നതാണ്. കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറയുന്ന സമയം തന്നെയാണ്. അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശ ഭാഗ്യം, വിദേശ യോഗമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ വിനോദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അനുകൂലമായൊരു സമയം തന്നെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 11ലാണ് ശനി നിൽക്കുക, 10ലാണ് രാഹു നിൽക്കുക, അതുപോലെ തന്നെ 2ലാണ് വ്യാഴം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇടവരാശിയെ സംബന്ധിച്ചോളം അനുകൂല സമയമായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് സൂപ്പറായിട്ട് പറയാൻ പറ്റും. നല്ല നേരം, നല്ല ഭാഗ്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്, ഈ ഒരു ടൈം തന്നെയാണ് ഈ ഒരു ടൈം കാലയളവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വേണ്ട വിധത്തിൽ നമ്മളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഭാഗ്യ അനുഭവങ്ങൾ വരുമ്പം നമുക്കത് കിട്ടുന്നതിന് കാരണം എന്താണ് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, നമുക്ക് അനുകൂല ഫലങ്ങൾ വരുമ്പം എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കേണ്ട സ്വന്തം നമുക്കാണ് അല്ലെ. അത് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും ആ ഭാഗ്യ അനുഭവങ്ങളിൽ എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിക്കുക, എങ്ങനെയുണ്ട് നമുക്ക് ഈ ഒരു ടൈം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുകൂടെ നോക്കുക. വെച്ചാൽ നമുക്ക് അനുകൂലമായി നിൽക്കുകയാണ്, നമ്മുടെ പൊസിഷനൊക്കെ കുഴപ്പമില്ല, നമുക്ക് ബെറ്റർ റിസൾട്ട് തന്നെ പ്രദാനം ചെയ്യുമെങ്കിൽ നമുക്ക് അതനുസരിച്ച് നല്ല ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു കാണിക്കും കേട്ടോ. അപ്പോൾ ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് സൽപ്രവർത്തികളും സൽചിന്തയോടെ മുന്നോട്ട് പോകാം കേട്ടോ. മകേരമര, തിരുവാതിര, പുണർതം, മുക്കാളങ്ങ രണ്ടാമത് നക്ഷത്രമാണ് മിഥുനരാശി എന്ന് പറയാം അല്ലെ. മിഥുനരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജന്മഗുരുവാണ് അല്ലെ. ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. 10 ഭാവാധിപനായ വ്യാഴമാണ് നമുക്ക് ജന്മത്തിൽ വരിക എന്ന് പറയാം. നമുക്ക് ഒത്തിരി വലിയ വലിയ ചിന്തകളൊക്കെ ഉണ്ടാവാനുള്ള സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവാനും അതുപോലെ നമുക്ക് ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ നല്ല നല്ല കാര്യങ്ങൾ വരാനും അത് പ്രവർത്തിക്കാനും പറ്റുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 5ലെ വ്യാഴദൃഷ്ടി വരുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയെ മനസ്സിലാക്കി നമ്മുടെ ആഗ്രഹം പോലെയൊക്കെ ഉണ്ടാവാനൊക്കെ പറ്റിയ ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജന്മത്തിൽ വ്യാഴം വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരു പോസിറ്റീവായ ഒരു എനർജി, പോസിറ്റീവായ ചിന്തകളൊക്കെ കൊണ്ടുവരുന്ന ഒരു ടൈമായിട്ട് നമുക്ക് പറയാൻ ടൈം തന്നെയാണ് ഇത്. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലമായ ടൈം തന്നെയായിട്ട് പറയാൻ പറ്റും. 5ലെ വ്യാഴദൃഷ്ടി വരുന്നുണ്ട്. നമുക്ക് സന്താന ഭാഗ്യം, സന്താന ലബ്ധിയൊക്കെ പറയാവുന്ന അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രണയ വിവാഹ വിജയമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. വിവാഹ അവസരങ്ങളൊക്കെ നമുക്ക് വന്നു ചേരുവാനും
വിവാഹ സൗഭാഗ്യമൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ്. കാരണം 7ാം ഭാവത്തിലാണ് 5 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരിക എന്ന് പറയുന്നത്. നമുക്ക് അപ്രിഷിയേഷൻസ് ഒക്കെ കിട്ടാൻ അനുകൂലമായ ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 9ലാണ് വ്യാഴത്തിന് ദൃഷ്ടി വരിക എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ അവസ്ഥകൾ, അനുകൂലമായ മാറ്റങ്ങളൊക്കെ വരാം. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉത്തമമായ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാനും പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. വ്യാഴത്തിനെയും ശനിയുടെ ക്ഷേത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിൽ നിന്നും 10 ശനി നിൽക്കുകയും ശനിയിൽ നിന്നും 4 വ്യാഴം വരുന്ന അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് പ്രധാനമായ മാറ്റങ്ങളൊക്കെ വരാവുന്ന ടൈം തന്നെയാണ്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഒക്കെ വരാൻ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. കൂട്ടുകാരിൽ നിന്നൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ മാറുവാനും സാധ്യതയേറിയ ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. ചിലവുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ കുറയ്ക്കാൻ പറ്റുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. ചിലർക്ക് ശത്രുവായിട്ട് അല്ലെങ്കിൽ ശത്രു വർധനവൊക്കെ പറയാവുന്ന ടൈം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അത് നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഈ കാര്യത്തിലൊക്കെ വേറൊരു ജാഗ്രത ആവശ്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. കാരണം മിഥുനത്തിലെ വ്യാഴം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി കഴിയുമ്പോൾ പൊതുവെ ഒരു ഗുഡായിട്ട് അല്ലെങ്കിൽ ഒരു ബാഡായിട്ട് നമുക്ക് പറയാൻ വലിയ സാധിച്ചത് വലിയൊരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. എന്നിരുന്നാലും വ്യാഴത്തിന് ദൃഷ്ടികൾ 5 7 9ാം ഭാവങ്ങളിൽ വരെ നമുക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ തന്നെയാണ് പ്രദാനം ചെയ്യുക എന്ന് പറയാം കേട്ടോ. എന്നിരുന്നാൽ പോലും നമ്മുടെ ചിന്തയിൽ നമുക്ക് ചിലവർക്കായി നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് ഒരു അനുകൂലമായ ചിന്തകൾ വരുന്ന സമയത്ത് ചിലവർക്കാകുമ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ചിന്തകളിലേക്ക് വരാണോ അല്ലെ പൂർണ്ണ ശുഭഫലങ്ങളെ നമുക്ക് പ്രദാനം ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ജന്മവ്യാരം വരുമ്പോൾ ഒരു പോസിറ്റീവായ ഒരു എനർജി നമ്മളിലേക്ക് എത്തുന്ന പോലെ, ഒരു ഉന്മേഷം നമുക്ക് എത്തുന്ന പോലെയും അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്ന ചില ശീലങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വളരെയധികം ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ശ്രദ്ധിച്ച് ആലോചിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. പുണർതം കാല് പൂയം ആയില്യം അടങ്ങുന്ന 2 നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക അല്ലെ. കർക്കിടക രാശി സംഭവിച്ചോളം ഈ വ്യാഴത്തിനെ നോക്കുമ്പോൾ നമുക്ക് 12ലാണ് വ്യാഴം വരിക എന്ന് പറയാം അല്ലെ. കർക്കിടകത്തെ സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്ന ഒരു യോഗഗ്രഹം കൂടിയാണ് അല്ലെ. ഇവിടെ നോക്കുമ്പോൾ 6ാം 9ാം ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ശുഭ ചെലവൊക്കെ തരുന്ന വ്യാഴമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ശനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 8ൽ നിന്ന് 9ലേക്ക് രാശി മാറുകയാണ്. സോ വ്യാഴത്തെ സംബന്ധിച്ചോളം ചെലവുകളൊക്കെ ഉണ്ടാകുന്ന സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. ഒത്തിരി തരത്തില് നമുക്ക് സമയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ കഠിനാധ്വാനമൊക്കെ അമിതമായി വരേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടാവുന്ന സാഹചര്യം ഒരുങ്ങി വരുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നല്ല കാര്യത്തിന് വേണ്ടി ആയാലും നമ്മുടെ സമയം നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരാൻ സാധ്യതകളാണ്. അലച്ചിലും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. 4 എന്ന് പറയുമ്പോൾ തുലാം രാശി 4ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. സോ നമുക്ക് ഒരു സൈഡിൽ നമുക്ക് അലച്ചിലുണ്ടായാലും മറു സൈഡിൽ നമുക്കൊരു കംഫോർട്ടും കൂടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള സമയം തന്നെയാണ്. മാതാവിന്റെ അനുഗ്രഹമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന സമയം തന്നെയാണ്. കർക്കിടകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൊതുവേ ഒരു ഇമോഷണൽ ടൈപ്പ് ആണ്. സോ ഇമോഷൻ നിറഞ്ഞ ആളുകളാണ് കർക്കിടക രാശി ജനിച്ചവരെന്ന് പറയുന്നത്. 6ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രശ്നങ്ങള്, രോഗങ്ങള്, കടങ്ങളിലൊക്കെ വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് നിമിത്തം കടങ്ങൾ കുറയ്ക്കാനും പ്രശ്നങ്ങൾ കുറയ്ക്കാനും രോഗങ്ങൾ കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള മാർഗങ്ങൾ കിട്ടുകയും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ രോഗങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും കേട്ടോ. കടങ്ങളായാലും കുറയാൻ സാധിക്കും. അതുപോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ എത്രയൊക്കെ വലുതാണെന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള പോംവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 8ലേക്ക് ഗുരുദൃഷ്ടിയുണ്ട്. 8ൽ തന്നെയാണ് രാഹു എന്ന് പറയുന്നത്. കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്കൊരു വെളിച്ചം അല്ലെങ്കിൽ തെളിച്ചം നമുക്ക് തരുന്ന ടൈം തന്നെയാണ്. നമുക്ക് എന്തെല്ലാം കഷ്ടപ്പാടുകൾ തന്നാലും വ്യാഴം അതിനെയൊക്കെ നമുക്ക് ഒരു തരത്തിൽ തടയുക തന്നെ ചെയ്യും. രാഹു എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നാലും അതിനൊക്കെ നമുക്കൊരു തരത്തില് തടസ്സം നമുക്ക് എന്തുണ്ടാവും, വ്യാഴം തടസ്സപ്പെടുത്തി നമുക്കൊരു അനുകൂലമായ അവസ്ഥ ക്രിയേറ്റ് ചെയ്യും. എന്നിരുന്നാൽ പൂർണ്ണ അനുകൂലം എന്ന് വെച്ചാൽ പൂർണ്ണ അനുകൂലമല്ല, എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നമ്മളെ കടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യാഴം നമ്മളെ സഹായിക്കും കേട്ടോ. ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന സമയമാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12ലാണ് വ്യാഴം. സോ നമുക്ക് ശുഭ ചെലവുകളൊക്കെ ഉണ്ടാവാൻ ഉള്ള സമയമാണ്. സോ നമുക്ക് വാഹനം വാങ്ങാനും വാഹനം വാങ്ങാം.
ഭവനം വാങ്ങാൻ അല്ലെങ്കിൽ മാറണം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വാഹനം അപ്ഗ്രേഡ് ചെയ്യണം, ഇപ്പം ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന അത് അനുകൂലമായ സമയമാണ്. ഇനി അല്ല ബൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് മാറ്റി വേറൊരു ബൈക്ക് മേടിക്കണമെങ്കിൽ അനുകൂലമായ സാഹചര്യമൊക്കെ ഒരുങ്ങി വരുന്ന ടൈം തന്നെയാണ് ഈ ഒരു കാലയളവ് എന്ന് പറയുക കേട്ടോ. അപ്പൊ ഈശ്വര വിശ്വാസത്തോടെ സൽപ്രവർത്തനം ചെയ്ത് സൽചിന്തയുടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. ചിങ്ങരാശി മകം പൂരം ഉത്തരം കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് അല്ലെ. ചിങ്ങരാശി സംബന്ധിച്ചോളം 11ലാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. ശരി, പല പ്രശ്നങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളൊക്കെ തരുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ വ്യാഴത്തിന്റെ ഒരു അനുകൂല അല്ലെങ്കിൽ ഒരു പിന്തുണ നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമുക്ക് ഭാവബലമൊക്കെ നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ് വ്യാഴത്തെ സംബന്ധിച്ചോളം ചിങ്ങരാശിക്ക് കേട്ടോ. അതുപോലെ തന്നെ 3, 5, 7 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. സോ 3ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഇളയ സഹോദര നിമിത്തമൊക്കെ നമുക്ക് ഒരു അനുകൂലമായ അവസ്ഥ അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെയ്ബേഴ്സ്, സുഹൃത്തുക്കൾ, അതുപോലെ നമുക്ക് അറിയാവുന്നവരിൽ നിന്നൊക്കെ നമുക്കൊരു സഹായ ഹസ്തങ്ങളൊക്കെ കിട്ടാനുള്ള യോഗം നമുക്ക് പറയാൻ പറ്റും. സഹായങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വാക്കാൽ തന്നെ നമുക്കൊരു സഹായം കിട്ടി തന്നെ ഇത് ഭയങ്കര വലിയ ഒരു നേട്ടം തന്നെയാണ് അല്ലെ. സോ അങ്ങനെയായാലും നമുക്കൊരു നേട്ടം, കുറഞ്ഞ പക്ഷെ ഒരു വാക്ക് നിമിത്തം നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു അവസ്ഥയെങ്കിലും നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഏറെ സമയം തന്നെയാണ് ചിങ്ങരാശിയെ സംബന്ധിച്ചുള്ള വ്യാഴത്തിന്റെ രാശിമാർ കേട്ടോ. അതുപോലെ തന്നെ 5ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുമ്പോൾ നമുക്ക് പൂർവ്വജന്മ പുണ്യം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബുദ്ധി സാമർഥ്യം ഒക്കെ നമുക്ക് ഉണ്ടാകാനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന സമയമായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ നല്ല കാര്യങ്ങളിൽ നല്ല റിസൾട്ടൊക്കെ കിട്ടുവാണ്. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങാനൊക്കെ പറ്റുന്ന സമയത്താണ്. നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തി മുകളിലുള്ള ഫലങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗമുള്ള സമയം കൂടിയാണ്. മനസ്സിൽ നമ്മൾ ഒരു വീക്കായി നമുക്ക് തോന്നിയാൽ പോലും അതിന്റെ ശക്തി നമുക്ക് വർദ്ധിപ്പിച്ച് നമ്മുടെ ഒരു മനഃശക്തി വർദ്ധിപ്പിച്ച് നമുക്ക് കൂടുതലായിട്ട് അനുകൂലമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നന്നായി ചിന്തിക്കുന്നതിലൂടെ നമുക്ക് നല്ല നല്ല നേട്ടങ്ങൾ നമുക്ക് എത്താനും സാധിക്കുന്ന സമയം തന്നെ കേട്ടോ. അതുപോലെ നല്ല നല്ല വഴി നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വഴി കാട്ടുന്നവരെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മളെ സഹായിച്ച മൂലം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച മൂലം നമുക്ക് സഹായങ്ങൾ ലഭിക്കാനും യോഗമുള്ള സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ 7ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. അവിടെ നമുക്ക് രാഹുവും നിൽക്കുന്ന സമയം തന്നെ. കൂട്ടുകാർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വ്യാഴം അത് ശരിയാക്കി തരുന്ന സമയമാണ്. ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന കുഴപ്പങ്ങളേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചിലർക്ക് ഭാര്യ ഭർത്താവ് തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. ഇത് കൂടുതലും അനാവശ്യമായ സംസാര നിമിത്തമാവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പെട്ടെന്ന് തന്നെ വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ആലോചന വരികയാണൊക്കെ സാധ്യത ഏറെ സമയം തന്നെയാണ്. അതുപോലെ 8 ശനി, അതിന്റെ 4 എന്താണ് ഗുരുവും വരുന്നുണ്ട്. സോ ശനി നമ്മളെ ബാധിക്കാൻ ശ്രമിച്ചാൽ വ്യാഴം നമ്മളെ സഹായിക്കുന്ന സമയം തന്നെയാണ് കേട്ടോ. സോ ഗുരുവിൽ നിങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സമയം തന്നെയാണ്. അതുപോലെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനുള്ള ശക്തി വ്യാഴം നമുക്ക് പ്രദാനം ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ സഹായിക്കും. അതുപോലെ തന്നെ സന്താന ഭാഗ്യമൊക്കെ ചിലവർക്ക് പറയാൻ സാധിക്കും ശനിയിട്ട് നിന്നാലും കേട്ടോ. കഴിഞ്ഞാൽ ശനിയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, വ്യാഴത്തിന്റെ ദൃഷ്ടി അത് പരിഹരിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് വലിയ പ്രശ്നമില്ല മുന്നോട്ട് പോകും. അപ്പൊ പൊതുവെ നോക്കിയ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. വ്യാഴത്തിന്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനുകൂലമായെങ്കിൽ ശനിയാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ഗുണദോഷ സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. കന്നിരാശി ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര അടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലെ. കന്നിരാശിയെ സംബന്ധിച്ചോളം ശനിയുടെ ചെറിയ പനികളൊക്കെ വന്നാൽ പോലും നമുക്ക് വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് കിട്ടും ശനിയുടെ ദോഷത്തിൽ നിന്ന് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. 4, 7 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. ആ വ്യാഴമാണ് 10ൽ വന്നിരിക്കുന്നത് അല്ലെ. ബുധന്റെ രാശിയാണ് കന്നി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്നതും ബുധന്റെ രാശി തന്നെയാണ് അല്ലെ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 10ൽ വ്യാഴം വന്നാൽ നമുക്ക് ഇപ്പോഴുള്ള പദവി മാറി വേറൊരു പദവി ലഭിക്കാൻ യോഗമുണ്ടെന്നൊക്കെയാണ് പറയുക. അതുപോലെ നമ്മൾ പറയുകയാണെങ്കിൽ ചിലവർക്ക് ജാതകത്തിൽ ബലക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രഹത്തിന് വ്യാഴത്തിന് ഒരു ബലക്കുറവ് അല്ലെ ജാതകത്തിന് ബലക്കുറവുണ്ടെങ്കിൽ അത് പ്രകാരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കാണാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാറ്റിന്റെ രാശിയാണ് മിഥുനം എന്ന് പറയുന്നത്. സോ അവിടെ വ്യാഴത്തിന്റെ ഒരു പ്രസൻസ് വരും അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ഒരു സ്ഥിതി വരുമ്പോൾ അധിക ആളുകൾക്ക് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയം തന്നെയായിരിക്കും. സ്കൂളിലും സ്ഥലമാറ്റം,
വീട് മാറ്റം, അതുപോലെ തന്നെ തൊഴിൽ മാറ്റം ഒക്കെ വരാനും ചാൻസ് കൂടിയ സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2, 4, 6 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. 2 എന്ന് പറയുമ്പോൾ ഇവിടെ ശുക്രന്റെ രാശിയാണ് തുലാം എന്ന് പറയുന്നത് അല്ലെ. സോ കുടുംബ, വാക്ക്, ധനം, അതുപോലെ തന്നെ നല്ല ഫലത്തേക്ക് കൊണ്ടുവരുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. വ്യാഴം 10ൽ വന്നാലും നമുക്ക് ദൃഷ്ടി നോക്കുമ്പോൾ നമുക്ക് പണത്തിലെ സാമ്പത്തികമായ പുരോഗതിയൊക്കെ പറയാവുന്ന രാശി തന്നെയാണ്. അതുപോലെ തന്നെ 4ലേക്ക് ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ഭവനയോഗം, വാഹനയോഗം, അതുപോലെ നോ മൊബൈൽ ആയിട്ടുള്ള അസറ്റ്സ് വാങ്ങാനും, അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ, അതുപോലെ അമ്മയുടെ ആരോഗ്യ സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അമ്മയുടെ സ്നേഹം കാണിക്കാൻ ഉള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന സമയം തന്നെയാണ്. അതുപോലെ അമ്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ്. അമ്മയുടെ ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന ഒരു ടൈമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട സമയമായിട്ട് വരാൻ സാധിക്കും. കുടുംബത്തിന് വേണ്ടിയാവാം, ചിലപ്പോൾ തനിക്ക് വേണ്ടിയാവാം, ചിലപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാവാം. എന്തിനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ 4ലേക്ക് ദൃഷ്ടി എന്ന് പറയുന്നത് ചിലർക്ക് അധികാര പദവി വരെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 6ലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നത് കടങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കിട്ടും. അതുപോലെ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ശമനം ലഭിക്കുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ. പൊതുവെ 2, 4, 6ലെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് കുടുംബത്തിന് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന സമയമാണ്. വിവാഹ അവസരങ്ങളൊക്കെ വരാനും ചാൻസ് നമുക്ക് പറയാവുന്ന സമയം തന്നെയാണ്. ശനി ചെറിയ തരത്തിലുള്ള തടസ്സങ്ങൾ ചെയ്താൽ പോലും നമുക്ക് എന്താണ് വ്യാഴത്തിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടും കേട്ടോ. വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം നമുക്ക് ആ തടസ്സങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ, ഹാപ്പി ആയിട്ട്. സോ എന്താണ് ഈശ്വരവിശ്വാസത്തോടെ ഹാപ്പി ആയിട്ട് സൽചിന്തയോടെയും സൽപ്രവൃത്തിയോടെയും മുന്നോട്ട് പോവാ കേട്ടോ. തുലാരാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാരാശി എന്ന് പറയുന്നത് അല്ലെ. തുലാരാശിയെ സംബന്ധിച്ചോളം 9ലാണ് വ്യാഴം വന്നിരിക്കുന്നത്. ഭാഗ്യസ്ഥാനത്താണ് പറയുന്നത്. വ്യാഴം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 5ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. ഇവിടെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 3, 6 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. അത് വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്ത് 9ൽ നിൽക്കുക എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ജന്മത്തിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചിന്തകളൊക്കെ നമുക്ക് നൽകുന്ന സമയം തന്നെയായിരിക്കും. നമ്മളെ പല കാര്യങ്ങളിലും നമുക്ക് ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് നടത്തി എടുക്കാനും വിജയിപ്പിക്കാനും പറ്റുന്ന സമയം തന്നെയായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി തുടങ്ങുന്ന സമയം തന്നെയായിരിക്കും. ഇതെല്ലാം നമുക്ക് എന്താണ് നമുക്ക് ചില കാര്യങ്ങൾ തടസ്സങ്ങൾ വന്നാലും അതൊരു നല്ലതിന് വേണ്ടി ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലായ സമയമാണ്. അതുപോലെ നമ്മുടെ അറിവ്, ബുദ്ധിയൊക്കെ നമുക്ക് ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമായിരിക്കും. നമുക്ക് പോസിറ്റീവായുള്ള മൈൻഡ് സെറ്റ് നമ്മളിലേക്ക് എത്തുന്ന സമയമാണ്. ശുഭവാർത്തകൾ കേൾക്കാൻ ഭാഗ്യമുള്ള സമയമാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3ലെ വ്യാഴദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് സഹോദരങ്ങൾ, സഹോദരി നിമിത്തം അല്ലെങ്കിൽ അവർ മൂലം ഉണ്ടാവുന്ന ഭാഗ്യങ്ങളെയാണ് സൂചിപ്പിക്കുക എന്ന് പറയാം. അതുപോലെ തന്നെ 5ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരെയും നമുക്ക് സന്താന ഭാഗ്യത്തെ സൂചിപ്പിക്കാം. ഭാഗ്യ അനുഭവങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. പൂർവജന്മ പുണ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ നടക്കാൻ യോഗമുള്ള സമയമാണ് ഈ കാലയളവ് എന്ന് പറയുന്നത്. നമ്മുടെ പേര്, പ്രശസ്തിയൊക്കെ വർദ്ധിക്കാനും നമ്മുടെ കഴിവ് വർദ്ധിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. നമ്മുടെ കഴിവ് മൂലം നമ്മുടെ പേര് വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങളായി നിന്ന്, തടസ്സങ്ങളായി നിന്ന പല കാര്യങ്ങളും മാറി അനുകൂലമാവുന്ന സമയമായിരിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന സമയമാണ്. ആരൊക്കെയാണോ നമ്മളെ എതിർത്ത് അവരിൽ നിന്നൊക്കെ നമ്മളെ സ്നേഹത്തിന് അല്ലെങ്കിൽ നമ്മളെയൊക്കെ സ്നേഹിക്കുവാൻ യോഗം കാണിക്കുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഫലങ്ങളെ വ്യാഴം പ്രദാനം ചെയ്യുന്നുണ്ട് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം. ഭാഗ്യ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുക. കാരണം ഭാവബലം നമുക്ക് പറയാൻ സമയം തന്നെയാണ്. പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാട്ടോ തുലാരാശിക്ക്. നമ്മളിലൊക്കെ നല്ലൊരു ഫലത്തെ തന്നെ പ്രദാനം ചെയ്ത് അല്ലെങ്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. എന്നിരുന്നാൽ നമ്മുടെ ഒരു കരുതലുണ്ടെങ്കിൽ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല നേട്ടങ്ങൾ കഴിയാൻ പറ്റും. കാരണം നമ്മുടെ ശത്രുക്കളും മിത്രങ്ങൾ വരുന്നുണ്ട്, നമുക്ക് നല്ല അനുകൂലമായ അവസരങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആവുന്നുണ്ട്. സോ ഇനി അവിടെ കൂടുതൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡൗൺ ആക്കുന്നതിൽ നിന്നും നമ്മളിന്ന് വിട്ടുമാറി നിൽക്കുന്ന കൂടുതൽ ഉത്തമമായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ. നമ്മുടെ വിഷനിലനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ കൂടെ കേട്ട് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഈശ്വര വിശ്വാസത്തോടെ ശുഭചിന്തയോടെ ശുഭ പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ. വൃശ്ചിക രാശി വിശാഖംകാരണിരം തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം അല്ലെ. വൃശ്ചിക രാശി സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് എന്താണ് 8ലാണ് സ്ഥിതി ചെയ്യുക അല്ലെ. 8 സ്ഥിതി ചെയ്യുമ്പോൾ 2, 5 ഭാവാദിനാണ് വ്യാഴം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിന്, വരുമാനം, അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, നമ്മുടെ ഇമോഷൻസ്, ചിന്തകൾ, പ്രവർത്തനം, ഇതിനൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവുന്നതാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. ആ വ്യാഴമാണ് 8ൽ നിൽക്കുക. സോ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. വൃശ്ചികക്കാരെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാം കിട്ടും, ഒന്നും കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാം കിട്ടും. പക്ഷെ അവിടെ ഒരു കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു
കമ്മിറ്റ്മെന്റ്സ് അല്ല, അവിടെ ഒരു കംഫോർട്ട് നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രശ്നം എന്ന് പറയാം. കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടേ നമുക്ക്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മാത്രമേ നമുക്ക് എന്തായാലും ഇത് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറയാം. അനവധി ചെലവുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ചെലവ് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ഫാമിലി, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ആവാൻ സാധ്യത കൂടുതലാണ്. 5ാം ഭാവത്തിനുമാണ് ഇവിടെ വ്യാഴം എന്ന് പറയുന്നത്. സോ സന്താനം, ബുദ്ധി, പൂർവ്വജന്മ പുണ്യമൊക്കെ 8ൽ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ വരും. പക്ഷെ അത് പിന്നീട് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. സോ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ നമ്മുടെ വെൽവിഷേഴ്സിനെയൊക്കെ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിസ്കി എലമെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അഭിപ്രായം ചോദിച്ച ഒരു അഡ്വൈസ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്ന് പറയാം, തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ദൃഷ്ടി വരിക 12, 2 അതുപോലെ തന്നെ 4ാം ഭാവങ്ങളിലേക്കാണ്. സോ 12 ഗുരു ദൃഷ്ടി വരുമ്പം ശുഭ ചെലവുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വാഹനം വാങ്ങാനായാലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇനി നോക്കാം. 2ലേക്ക് ഗുരുദൃഷ്ടി വരുന്ന നമ്മുടെ കമ്മിറ്റ്മെന്റ്സിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 4ലെ വ്യാഴദൃഷ്ടി എന്ന് പറയുമ്പോൾ 4ലെ ശനി നമുക്ക് എന്താണ് മാറി കിട്ടുന്നുണ്ട്. സോ തടസ്സങ്ങളൊക്കെ മാറി തുടങ്ങും. ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ വീട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന അനുകൂലമാണ്. ലോൺ എടുക്കുന്നവർക്ക് എടുക്കാവുന്ന സമയമാണ്. പണയം വെപ്പ് നടത്താൻ സാധ്യതയുള്ള സമയമാണ്. കടങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതാണ് വ്യാഴം തരുന്ന ഫലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് ശേഷം നമുക്ക് അതിന്റെ യുദ്ധഫലം ലഭിക്കും എന്ന് പറയില്ല. നമുക്ക് യുദ്ധത്തിന് ഉണ്ടാവും. പോരാടി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറയാം. എന്നുവെച്ചാൽ സുഖമായിട്ട് നമുക്കൊന്നും കിട്ടില്ല. കുറച്ചൊക്കെ അധ്വാനിച്ച് കഠിനമായ അധ്വാനം നമുക്ക് ആവശ്യം വന്നേക്കാം. അവിടെ കുറെ മത്സരങ്ങൾ ആവശ്യം വന്നേക്കാം. യുദ്ധങ്ങൾ വന്നേക്കാം. ആ യുദ്ധങ്ങളിൽ അവസാനം നമുക്ക് എന്താണ് വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. നമ്മുടെ മനഃശക്തിയൊക്കെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും സമം. സോ നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ മത്സരത്തിലൊക്കെ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. തടസ്സങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ വ്യാഴത്തിന്റെ ഒരു പ്രീതിയാൽ. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം, കാലടം 1-2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയാം അല്ലെ. ധനുരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ധനുവിലേക്ക് വരുന്നുണ്ട് അല്ലെ, നേർദൃഷ്ടി. 7ലാണ് വ്യാഴം നിൽക്കുക എന്ന് പറയാം. നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യുന്ന ഒരു ടൈം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത്. 4ല് ശനിയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ശനി. പക്ഷെ നമുക്ക് ഗുരുവിന്റെ ദൃഷ്ടി എന്താണ് നമുക്ക് ധനുവിലേക്ക് വരുന്നുണ്ട് അല്ലെ. സോ നമുക്കത് ഹെൽപ്പാവും, നമുക്ക് സഹായമാവും. ഭാവബലം നമുക്ക് പറയാൻ സാധിക്കും. 11ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. സോ നമുക്ക് ലാഭാനുഭവങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ജീവിത പങ്കാളി നിമിത്തം നമുക്ക് ലാഭാനുഭവങ്ങളൊക്കെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ നമുക്ക് അനുകൂലമായ സമയമാണ്. അതുപോലെ നമ്മുടെ ലൈഫ് പാർട്ണറിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫ് പാർട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഉചിതമായിട്ടിരിക്കും. അതുപോലെ നമ്മുടെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു ഫലത്തെയൊക്കെ പ്രദാനം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അതുപോലെ ജന്മത്തെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മൈൻഡ് നമ്മുടെ ഫ്രഷ് ആയിട്ട് വരികയും അതുപോലെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നുകയും ധൈര്യം വരികയും അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്ന് നമുക്ക് ചെയ്തു നോക്കിയാലോ എന്നൊരു ട്രൈ ചെയ്ത് നോക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അതിപ്പം ഒരു പുതിയ കാര്യം പഠിച്ചാലോ എന്ന് ചിന്തിക്കുകയും നമുക്ക് പഠിക്കാൻ അനുകൂലമായ സമയമാണ്. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അത് അനുകൂലമാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കുന്നവർക്ക് അത് അനുകൂലമാണ്. വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് വിദേശ യാത്രകൾ ചെയ്യണമെന്ന വിനോദപരമായിട്ട് യാത്ര ചെയ്യണമെന്നായിരിക്കുന്ന അതും അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ. 3ലേക്ക് വ്യാഴത്തിന്റെ ദൃശ്യമുണ്ട്. സഹോദരി നിമിത്തം, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ നിമിത്തം, അതുപോലെ തന്നെ അയൽവക്ക നെയ്ബേഴ്സ് നിമിത്തം, നമ്മുടെ നെറ്റ്വർക്കിംഗ് ഉള്ളവർ നിമിത്തം നമുക്കൊരു നല്ല വാർത്ത കേൾക്കാണ്. അവരിൽ നിന്ന് നമുക്ക് നല്ല അപ്രീഷിയേഷൻസ് കിട്ടാണ്, ഒരു സപ്പോർട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ്. അതുപോലെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും. നമുക്കൊരു പോസിറ്റീവ് എനർജി, നമുക്കൊരു ഉന്മേഷം ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും ധനുരാശിയെ സംബന്ധിച്ചുള്ള ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് എപ്പോഴും ഒരു ഗുഡ് ഫീൽ വരുന്നൊരു ടൈം തന്നെ ആയിരിക്കും. എന്തൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ ചെയ്ത് നോക്കാം, ഈ പ്രശ്നമില്ല, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നൊരു ചിന്തയിൽ നിൽക്കുന്നവരായിരിക്കും പൊതുവെ. കാരണം ഈ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നവരുടെ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് ബൂസ്റ്റ് ആയി വരുന്നതായിരിക്കും. കാരണം ആ ഒരു ചിന്താഗതി, നമുക്ക് എന്തിനേയും ഫേസ് ചെയ്യാവുന്നൊരു ധൈര്യം, ഒരു ഫ്രഷ്നെസ് നമുക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തൊരു കാര്യം ഫേസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നല്ല ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. ചില പ്രശ്നങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് എന്താണ് വ്യാരം നമുക്ക് അതൊക്കെ അനുകൂലിച്ച് തരുന്നുണ്ട്. സോ നമുക്കറിയാം വ്യാരം എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള നിൽക്കുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആൾ തന്നെയാണ് വ്യാരം എന്ന് പറയുന്നത് അല്ലെ. സോ വ്യാരത്തെ സംബന്ധിച്ച് വ്യാരത്തിന്റെ സ്വശാസ്ത്രമാണ് ധനു എന്ന് പറയുന്നത്. സോ ധനുവിലേക്ക് നേർദൃഷ്ടിയും വരുന്നുണ്ട്. സോ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് കരുതാം.
ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീല് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. മകരരാശി ഉത്രാട, മുക്കാല്, തിരുവോണം, അവിട്ടം, മരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത്. മകരരാശി ഇങ്ങനെ ചെറിയ തരത്തിലായാലും സംശയിച്ച് നിൽക്കും. 6ലാണ് വ്യാഴം നിൽക്കുന്നത്, എന്തായിരിക്കും ഫലം, ദോഷമാണോ? പൊതുവെ 6ലെ വ്യാഴം എന്ന് പറയുന്നത് മോശമായിട്ട് പറയാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് മോശമാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മകരരാശിയെ സംബന്ധിച്ചാൽ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു വെളിച്ചം, ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം പകരുന്ന സമയം തന്നെയാണ് അല്ലെ. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏഴരശനി തീർന്നു അല്ലെ. ഏഴരശനി തീർന്നു. രാഹുകേതുക്കളെ നോക്കിക്കഴിഞ്ഞാൽ 2-8ലാണ്, വ്യാഴം എന്താണ് 6ലാണ് നിൽക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3-12 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ പറഞ്ഞു 6ലെ വ്യാഴം വരുന്നത് അത്ര നല്ലതൊന്നും അല്ല. പക്ഷെ ഇവിടെ മകരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 6ലെ വ്യാഴം വരുന്നത് വലിയ പ്രശ്നമില്ല. കാരണം എന്താ, മകരത്തിന് വ്യാഴം എന്ന് പറയുന്ന ഒരിക്കലും ഒരു യോഗ ഗ്രഹമായിട്ട് നമുക്ക് വരാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും പ്രദാനം ചെയ്യുന്നില്ല. മകരത്തെ സംബന്ധിച്ച് യോഗഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനിയും ബുധനും ശുക്രനാണ്. അത് ശുക്രനാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു യോഗഗ്രഹമായിട്ട് പറയാൻ സാധിക്കാം. അതുപോലെ തന്നെ കുജനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിലും, അതുപോലെ സൂര്യൻ എന്ന് പറയുന്ന ഒരു അഷ്ടമാധിപനാണ് മകരത്തിന്. അതുപോലെ തന്നെ ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിലൊക്കെ എടുക്കാൻ സാധ്യതയുള്ളൂ. സോ ഗുരുവെ സംബന്ധിച്ച് നമുക്ക്, അല്ലെങ്കിൽ വ്യാഴത്തെ സംബന്ധിച്ച് നമുക്ക് ചെലവുകളൊക്കെ തരാം, എന്നാൽ സഹായിക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് സഹായങ്ങളൊക്കെ ലഭിക്കും എന്നല്ലാതെ വലിയൊരു യോഗകരമായിട്ട് നമുക്ക് വ്യാഴത്തെ കാണാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, മകരത്തിന് വ്യാഴം എന്ന് പറയുന്ന ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന അത്രം ആയിട്ട് നമുക്ക് ഒരു അനുകൂല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടൊന്നും എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് വ്യാഴം എന്താണ് പോയി നമുക്ക് 6ൽ നിന്നാലും വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. സോ മകരത്തിന് എന്താണ് 6ലെ വ്യാഴം എന്താക്കണം, വലിയ ദോഷങ്ങളായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു യോഗഗ്രഹമല്ല, നമുക്ക് വലിയ ഭാവബലം വരുന്നില്ല, പക്ഷെ നമുക്ക് ദൃഷ്ടിബലം നമുക്ക് പറയാൻ സാധിക്കും. കാരണം വ്യാഴം എന്ന് പറയുന്ന ഒരു ശുഭഗ്രഹമാണ്. സോ ആർക്കും തന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വ്യാഴം ചെയ്യുന്നില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നിയാലും അത് അവസാനം എന്ന് പറയുന്നത് നമുക്ക് നല്ലതായിട്ട് തന്നെ തീരും. ഓക്കെ, അത് ഒന്നെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ നല്ലൊരു കാര്യത്തിലായിട്ടോ നമുക്ക് തീരും. ഓക്കെ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. 10ലേക്ക് എന്താണ് വ്യാഴത്തിന് ദൃഷ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പദവി മാറ്റങ്ങൾ, അല്ലെങ്കിൽ പദവി ലഭിക്കാനോ പദവിയിലെ മാറ്റങ്ങൾ സംഭവിക്കാനോ പ്രൊമോഷൻ ലഭിക്കാനോ സ്ഥലം മാറ്റത്തിനൊക്കെ യോഗമുണ്ട്. അതുപോലെ തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നത് അത് അനുകൂലമാണ്. മാറ്റങ്ങൾ വരുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് പൊതുവെ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 6ല് ഗുരു വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മത്സരം ഉണ്ടാവും. ഓക്കെ, എന്തൊരു കാര്യം നമുക്ക് മത്സരിച്ച് നമ്മൾ നേരിടേണ്ട അവസ്ഥ വരും. അപ്പം ഒരു പരീക്ഷയായാലും ഒരു ഇന്റർവ്യൂലായാലും സെലക്ഷൻ പ്രോസസ്സിലായാലും നമുക്ക് നല്ല നല്ല മത്സരാർത്ഥികൾ നമുക്കെതിരെ ഉണ്ടായിരിക്കും. സോ അവിടെയൊക്കെ നമ്മൾ മത്സരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫുൾ എനർജി അപ്ലൈ ചെയ്ത് വേണം നമ്മൾ അതൊക്കെ മത്സരിച്ച് വിജയിക്കാൻ എന്ന് പറയാം. സോ നമുക്കൊരു ഈസി ആയിരിക്കില്ല അവിടെ എന്ന് പറയുന്നത്. നമുക്ക് അതൊരു തരത്തിൽ നല്ലത് തന്നെയാണ്. മകരത്തെ സംബന്ധിച്ചാൽ ഇതൊക്കെ നല്ലത് തന്നെ. കാരണം നിങ്ങൾ അനുഭവിച്ചു വന്ന പാതിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ പ്രതിസന്ധികളും കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മത്സരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫുൾ എനർജി പുറത്തേക്ക് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്തൊരു കാര്യം ഒരു മത്സരിച്ച് ജയിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ 12ലേക്ക് വേറെ ദൃശ്യം വരുന്നുണ്ട്. സോ നമുക്കത് ശുഭ ചെലവുകൾ വരാം, യാത്രകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2ല് വേറെ ദൃശ്യം വരുന്നുണ്ട്. നമുക്ക് കുടുംബം, വരുമാനം, അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സിലൊക്കെ നമുക്ക് എന്താണ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഒരു ദൃഷ്ടി വരുന്നത് നമുക്കൊരു പൂർത്തീകരിക്കാൻ സാധിക്കും. നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. വരുമാന മാർഗങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. കുടുംബത്തിന് ഒരു ഐക്യം, അല്ലെങ്കിൽ കുടുംബത്തിലായാലും സമാധാനമൊക്കെ നമുക്ക് നോക്കാം. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അനുസരിച്ച് നോക്കുമ്പോൾ മകരരാശിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളായിട്ട് തോന്നിയാൽ പോലും അതൊക്കെ അവസാനം നല്ലതായിട്ട് തന്നെ തീരും കേട്ടോ. അപ്പൊ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട്, ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാ. നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രവൃത്തി ചിന്തിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാ കേട്ടോ. കുംഭരാശി അവിട്ടം വരെ ചതയും പൂരിട്ടാതി മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത്. കുംഭരാശിക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ശനിമാറ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ജന്മത്തിൽ നിന്ന് മീനത്തിലേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്താണ് കുറച്ചായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വ്യാഴം മാറുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് നേരത്തെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, ശനിയുടെ മാറ്റത്തിന്റെ ഫലമാണ്. എന്ന് വെച്ചാൽ ശനി മാറുമ്പോൾ ആ രാശിക്ക് എന്തൊക്കെ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുക എന്നാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, വ്യാഴം രാശി മാറുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള കാര്യമില്ല നമ്മൾ നോക്കുന്നത്. കുംഭത്തെ സംബന്ധിച്ചോളം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ ഒരു നമ്മള് പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരാൾ വന്നു, അല്ലെങ്കിൽ ഒരു പയ്യൊരു കൈ കെട്ടി, അതാണ് വ്യാഴം എന്ന് പറയുന്നത്.
നമുക്ക് ഭാവബലം ഒക്കെ പറയാവുന്ന സമയമാണ് വ്യാഴത്തെ സംബന്ധിച്ച് നോക്കട്ടോ. നമ്മുടെ ജന്മശനി മാറി, രാഹു കാര്യം പറഞ്ഞാൽ നമ്മുടെ ജന്മത്തിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ വരും. പക്ഷെ എന്നിരുന്നാൽ പോലും കുംഭത്തിലേക്ക് എന്താണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട് അല്ലെ, കുംഭത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. സോ ശുഭഗ്രഹമായി നമ്മളെ രക്ഷിക്കാനായൊക്കെ ആയിട്ട് നമുക്ക് കരുതാം. വ്യാഴം വന്നിലേക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. 2-11 ഭാവാധിപനാണ് വ്യാഴം എന്ന് പറയുന്നത്. സോ ഭാവബലമൊക്കെ നമുക്ക് പറയാം. വ്യാഴത്തിന്റെ ദൃഷ്ടി നമുക്ക് എന്താണ് കുംഭത്തിലേക്ക് വരുന്നത് അനുകൂലമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. രാഹു ജന്മത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കുഴപ്പങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പക്ഷെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷയായിട്ട് എന്ത് ചെയ്യും, വ്യാഴം നമ്മളൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടാനാവും നമ്മൾ വ്യാഴം പറയും ആ വരയ്ക്ക് പോകണ്ട ഈ വരയ്ക്ക് പൊക്കോട്ടോ, അല്ലെങ്കിൽ ഓക്കെ പ്രശ്നത്തിലാണ്. അപ്പൊ ഒരാളെ സഹായിക്കാൻ വരും എന്ന് വെച്ചാൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവുമ്പോൾ ആ കുഴപ്പത്തിനെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഒന്നെങ്കിൽ കിട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖേനയോ നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയാവാം, ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളാവാം. ഇതൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കുഴപ്പത്തിൽ നിന്ന് നമ്മൾ രക്ഷിച്ച് മുന്നോട്ട് കൈകയറ്റി കൊണ്ടുപോകാൻ എന്ന് പറയാം കേട്ടോ. സോ എന്താണ് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളിലെ കുഴപ്പങ്ങളുണ്ടാവും. ആ കുഴപ്പങ്ങളിൽ നിന്നൊക്കെ എന്താണ് രക്ഷയ്ക്കായിട്ട് വ്യാഴം സപ്പോർട്ടായിട്ട് ഉണ്ടാവും കേട്ടോ. നല്ല നല്ല അഡ്വൈസുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് തെളിഞ്ഞു മാറി നമുക്കൊരു വ്യക്തതയൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല നല്ല ഐഡിയാസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല നല്ല അറിവുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അനുസരിച്ച് പ്രവർത്തിക്കുകയും നമുക്ക് നല്ല ഗുണഫലങ്ങൾ കിട്ടും. സെൽഫ് മോട്ടിവേറ്റ് ആവാൻ ശ്രദ്ധിക്കുക. 5-ലെ വ്യാഴം വരുമ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടമൊക്കെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ പറയുന്ന സമയമായിട്ട് കരുതുന്നതാണ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ശ്രമത്തിനൊക്കെ നല്ല രീതിയിലൊരു പ്രതിഫലം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഫീലിംഗ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള തോട്ട് ഫീലിംഗ് ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ഒരു കോൺഫിഡൻസ് ഉള്ളതായി സാധിക്കും. നമ്മൾ ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഒക്കെ ഫലം നമുക്കിപ്പോൾ അനുഭവത്തിലേക്ക് വരുന്ന സമയം തന്നെയായിരിക്കും. അതുപോലെ 9-ലെ വ്യാഴദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭാഗ്യവർദ്ധനവ് കിട്ടുന്നതാണ്, ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പിതാവ് സ്ഥാനത്തിൽ നിന്നൊക്കെ നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുക, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സഹായങ്ങളൊക്കെ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള സാധനമാണ്. ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജന്മത്തിൽ വ്യാഴദൃഷ്ടി വരുന്നത് നമ്മുടെ എന്താണ് മനസ്സ് ബുദ്ധിയൊക്കെ കുറച്ചുകൂടി തെളിയും, നമുക്ക് നല്ലൊരു എനർജി കിട്ടുന്ന ഈ അവസ്ഥയൊക്കെ തോന്നുകയാണ്. നമുക്ക് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് വിജയിക്കുന്ന രീതിയിൽ കാണാൻ സാധിക്കും. 11-ലേക്ക് വ്യാഴദൃഷ്ടി വരുമ്പോൾ തടസ്സങ്ങളൊക്കെ പയ്യെ കുറഞ്ഞു വരുന്ന സമയമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സന്തോഷങ്ങളൊക്കെ തരുന്ന സമയം, മൂത്ത സഹോദരങ്ങളിൽ നിന്ന് സപ്പോർട്ടുകൾ ലാഭങ്ങളൊക്കെ നിൽക്കുന്ന സഹായിക്കാൻ പറ്റും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ രക്ഷിക്കുന്ന ആരായിരിക്കും, നമ്മളെ വ്യാഴമായിരിക്കും. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ വ്യാഴം നമ്മൾ എന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളൊരു കുഴപ്പത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവിടെ നമുക്കൊരു തെളിച്ചം അല്ലെങ്കിൽ ഒരു പ്രകാശം നൽകുന്ന വ്യാഴമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മളെ രക്ഷിക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞു ശനിയുടെ മാറ്റം വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അവിടെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ രീതിയിലായാലും സപ്പോർട്ട് കിട്ടി വ്യാഴം നമ്മൾ എന്ത് ചെയ്യും അനുകൂലിക്കും. നമുക്ക് ഭാവബലമുണ്ട്, ദൃഷ്ടിബലമുണ്ട് വ്യാഴത്തിന്. സോ നമുക്ക് അനുകൂലമായ സമയത്തെയാണ് വ്യാഴം മാറ്റം അല്ലെങ്കിൽ വ്യാഴത്തിന്റെ സഞ്ചാരം നമുക്ക് അനുകൂലമാണ് കേട്ടോ. സോ എന്ത് ചെയ്യാം വിലയിരുത്തി പേടിക്കൊന്നും വേണ്ട, ഒരു സമ്മിശ്ര ഫലമായിട്ട് മുന്നോട്ട് പോയിക്കോളും. വ്യാഴം നമുക്ക് അനുകൂലമായ ഫലങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും പൂർണ്ണ അനുകൂലമാണെന്ന് വെച്ചാൽ അല്ല, എന്താ വ്യാഴം അനുകൂലമാണ്. എന്നിരുന്നാൽ പോലും മറ്റൊരു ഗ്രഹങ്ങളുടെ ചില ഇൻഫ്ലുവൻസ് കാരണം ചില കുഴപ്പങ്ങളും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഈ കൃത്യമായ ഈശ്വര പ്രാർത്ഥനയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ മറികടന്ന് മുന്നോട്ട് എത്താൻ പറ്റും. കാരണം വ്യാഴത്തിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട് കേട്ടോ. ഭാഗ്യവർദ്ധനവും അതുപോലെ തന്നെ സന്താന ലാഭവും സന്താന ഭാഗ്യം ഒക്കെ പറയാം കേട്ടോ. വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. പൂരുട്ടാതി കാലം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയാം അല്ലെ. മീനരാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിന്റെ മാറ്റം, വ്യാഴത്തിന്റെ സഞ്ചാരം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സേഫ് ലാൻഡിങ് ആയിട്ട് നമുക്ക് പറയാം. കാര്യം പറഞ്ഞാൽ വ്യാഴം 4-ലാണ്. നമ്മളൊരു ബാലൻസ് ചെയ്യുന്ന അവസ്ഥയായിരിക്കും വ്യാഴം മാറ്റം കൊണ്ട് അല്ലെങ്കിൽ വ്യാഴത്തിന്റെ സഞ്ചാരം കാരണം നമുക്ക് ഉണ്ടാകുന്ന പറയാം. നമുക്കറിയാം 12 ശനി നമുക്ക് അനുഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പം ജന്മശനിയാണ്. ഓക്കെ, സദനത്തിനുള്ളൊരു ഭാരം നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഓക്കെ, ശനിയുടെ മാറ്റത്തിന്റെ ഫലം എന്താണ്, അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾ ശനി മാറ്റത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തത് കാണണം കേട്ടോ. അത് കണ്ടിട്ട് ഇത് കാണുന്നതാണ് നല്ല, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടായാലും അത് പോയി കാണണം. ഓക്കെ, രണ്ടും കണ്ടാലും നിങ്ങൾക്ക് ഒരു ബാലൻസ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. രാശിനാഥനാണ് എന്താ നമുക്ക് 4 നിൽക്കാന്ന് പറയുന്നത് അല്ലെ. ഇവിടെ കേന്ദ്ര ഗുരുവാണ് 4 വരിക. സോ 4-10 ഭാവാധീനാണ് നമുക്കൊരു സമ്മിശ്ര ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മീനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ജന്മശനി ടൈമാണ്. ഞാൻ പറഞ്ഞില്ലേ തലയ്ക്കൊരു ഭാരം നിൽക്കുന്ന ഒരു അവസ്ഥ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ബലം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ദൃഷ്ടിബലമാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സഹായിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 8, 10, 12 ഭാവങ്ങളിലേക്കാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത്. സോ 8-ലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, തടസ്സങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞു വരുന്ന സമയമായിരിക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ
നമുക്ക് ഒരാളെ സഹായിക്കുമ്പോൾ നമുക്ക് പകരം വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിടുക ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പം നമ്മൾ എന്താണ് അതേ സ്ഥാനത്ത് ഉണ്ടാവുക, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. അതുപോലെ തന്നെ അനാവശ്യമായ ചിലവുകളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 10ലെ വ്യാഴദൃഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലില് പദവിയിലൊക്കെ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ മാറ്റങ്ങളൊക്കെ മാറാൻ സാധിക്കും. അതുപോലെ നമ്മൾ എടുക്കുന്ന ശ്രമത്തിനൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സമയമായിരിക്കും. വരുമാന മാർഗങ്ങൾക്കൊക്കെ വഴി കാട്ടും. ഇതുവരെ ഒരു വരുമാനം ഇല്ല, നമുക്ക് പുതിയ വരുമാന സ്രോതസ്സൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ 12ലേക്ക് വ്യാഴദൃഷ്ടി വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഒരുപാട് ചിലവുകൾ, ഇപ്പം 12 ശനി നിന്നപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ചിലവുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികളെ നേരിട്ടു. ഇപ്പം നമ്മൾ ജന്മശനിയാണ്, അതുപോലെ തന്നെ 12 രാഹു നിൽക്കുന്ന സമയമാണ്, വ്യാഴത്തിന് ദൃഷ്ടിയുണ്ട്. സോ നമ്മൾ നോക്കുമ്പോൾ ശുഭ ചെലവുകൾ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ശുഭമായിട്ടുള്ള ചെലവുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ വരവനുസരിച്ചുള്ള ചെലവുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം നമുക്കൊരു സമാധാനത്തിന്റെ ദൂതമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ പ്രശ്നത്തിൽ നിന്നൊന്ന് ബാലൻസ് ചെയ്യുന്നത്, നമ്മളെ പൂർണ്ണമായിട്ട് വിഷയം ചെയ്യില്ല, എന്നിരുന്നാൽ പോലും എന്താണ് ഒരു ബാലൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് രക്ഷിക്കുന്ന ഒരാളെ തന്നെയാണ് എന്താ വ്യാഴം എന്ന് പറയുന്നത് കേട്ടോ. വീട് വാഹന സംബന്ധമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് സുഖമായിട്ട് പോകാൻ പറ്റും. അത് വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാതാവിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനോ, അല്ലെങ്കിൽ എന്താണ് അമ്മ നിമിത്തം നമുക്ക് പോസിറ്റീവായിട്ട് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നടക്കും. ഇപ്പം മാതാവിൽ നിന്ന് കിട്ടുന്ന വെച്ചാൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാൽ അപ്പോൾ മീനത്തിന് ഒരു കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ടൊരു വൈബ്രേഷൻ, പോസിറ്റീവായിട്ടുള്ള എനർജി, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. വ്യാഴം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബാലൻസ് ചെയ്ത്, നമ്മൾ ഇങ്ങനെ പ്രശ്നത്തിലേക്ക് ചെറിഞ്ഞു പോവുകയാണെങ്കിൽ വ്യാഴം എന്ത് ചെയ്യും, ഇപ്പുറത്തൊന്ന് കയറിയിരുന്ന ഒന്ന് ബാലൻസ് ചെയ്ത് സെറ്റായിട്ട് നമ്മളൊന്ന് സ്റ്റഡിയായിട്ട് നിർത്തും. ഒരു ബാലൻസിങ് പൊസിഷൻ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കൂലേ, ഇങ്ങനെ ചെരിഞ്ഞു പോയി നമ്മൾ ചെന്ന് പ്രശ്നത്തിൽ ചാടാതെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താം. വ്യാഴം നമ്മളെ സഹായിക്കും കേട്ടോ. സോ നല്ല ഈശ്വര പ്രാർത്ഥനയോടെ, ഈശ്വര അനുഗ്രഹത്തോടെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ചില പ്രശ്നങ്ങളൊക്കെ വരും, അതൊക്കെ നമുക്ക് ധൈര്യമായിട്ട് നേരിടാനേ. പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നേരിട്ട് അതിനെ മത്സരിച്ച് വിജയിക്കുമ്പോഴല്ലേ നമുക്കൊരു കോൺഫിഡൻസ് ആവണേ. ഇനി അടുത്ത പോരട്ടെ എന്ന് വെച്ചാൽ നമുക്കൊരു ചലഞ്ച് പോലെ എടുക്കാൻ പറ്റും. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരുമ്പോൾ ജസ്റ്റ് ടാസ്ക് ആയിട്ട് എടുക്കാൻ പറ്റും. ഓരോ ടാസ്ക് നമ്മൾ എന്ത് ചെയ്യുക, പൂർത്തീകരിച്ച് പോകാം. ചിലതൊക്കെ നമുക്കൊരു പരീക്ഷണാർത്ഥമായിരിക്കും ഓരോ കാര്യങ്ങൾ വരിക. ആ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള സമയത്തിലേക്ക് നമുക്ക് എത്തൂലോ. സോ എന്ത് ചെയ്യാം, നല്ല സമയം വരുമ്പോൾ അതനുസരിച്ച് നിൽക്കുക, ദോഷ സമയം വരുമ്പോൾ അതനുസരിച്ച് നിൽക്കുക. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ നിൽക്കണ്ടേ. സോ എന്താ ഈശ്വര വിശ്വാസത്തോടെ കൃത്യമായിട്ട് ചിന്തകൾ ചെയ്ത് സൽപ്രവൃത്തി ചെയ്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് പൊതുഫലം എന്ന് പറയാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതാവും. അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താം കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു പൊതുഫലം നോക്കുമ്പോൾ ഇതില് എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക? നമ്മുടെ ജാതകത്തില് നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിറ്റും എന്നറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പ്രഡിക്ഷനാണ്. ഓക്കെ, ഇപ്പൊ ഒരു രാശിയുടെ ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തില് പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു, ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ്, നമ്മുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ ഏത് ദശയാണ് നടക്കുന്നത്, എന്തിന്റെ അപകാരത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ. കാരണം പലരും ചോദിക്കാതെ പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ, അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ. ചിലവർക്കത് 5 ദിവസമാണെങ്കിൽ ചിലവർക്കത് ഒരാഴ്ച, ചിലവർക്കത് 2 ആഴ്ച കഴിക്കേണ്ടി വന്നേക്കാം. ചില ആളുകൾക്ക് ഗുളിക കഴിച്ചാണെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും. ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഓരോ രോഗത്തിനായാലും കാരണം. അതുപോലെയാണ് നമുക്കുണ്ടാവുന്ന ദോഷങ്ങൾ അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല, ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ്. സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ
നമുക്കത് കൃത്യമായിട്ട് ചുറ്റുള്ളൂ. കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്കുണ്ടാവും. പക്ഷെ ആ ദോഷത്തിന് അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ 100 പേരെ ഒരേ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 3 പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട്. കാരണം എന്താ, അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല, വേറെ കുറെ ദോഷങ്ങൾ മാറി, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും. സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ല വരണമെങ്കിൽ, ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എന്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ്, ഏത് ദൈവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക, അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരിക, അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. സോ എന്താണ് ഒരു ബിഗ് കാര്യത്തിലേക്ക്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത്. ഇനി അതല്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ടേക്ക് കെയർസ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ. അതിന് പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കണം. പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാ മാസത്തിലും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല, നമുക്ക് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം. സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നുമല്ല അതിൽ പഠിപ്പിക്കുന്നത്, ഒരു വെബിനാറാണ്. ഓക്കെ, അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും, ഇപ്പൊ ബിസിനസ് ഒന്നുമില്ല, ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്, അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാറാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അത് നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് വെബിനാർ നടത്തുക. മാർച്ചിൽ ഒരു ഞായറാഴ്ച ഉറപ്പായിട്ടും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഉണ്ടാവും. എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം പഴയ മെമ്പേഴ്സ് മാത്രമല്ല, പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. സോ അവര് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഒന്ന് കണ്ടവർ നിർമ്മതമായിട്ട് 2ാമത്തെ തവണ കണ്ടിരിക്കണം. അതിന് കാരണം എന്താണ്, ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, കാരണം ഇതൊരു ഫ്രീ വെബിനാറാണ്. അപ്പം ഒന്നും ഉണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല. ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത്. കാരണം എല്ലാവരിലും എത്തേണ്ട കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക്, അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു വെബിനാറാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ പോൾ അനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതുവരെ പുതിയത് കണ്ടിട്ട് പ്ലാൻ ചെയ്തില്ല, കാരണം കുറച്ച് ബിസിയാണ്. കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ്. സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസൾട്ടേഷൻസ്, ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, മറ്റുള്ള ക്ലാസ്സസ് മറ്റുള്ള എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത്. ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെയായിട്ടൊക്കെയാണ് നിൽക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ്, എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഓഫീസ് നമ്പറാണ്. എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വരവിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ. ശുഭപ്രതീക്ഷയോടെ സൽപ്രവൃത്തികൾ ചെയ്ത് സൽചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന്, പരിഹാരം ഇല്ലാത്ത പ്രശ്നം ഏതാ ഉള്ളത്? അപ്പൊ എങ്ങനെയാ ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ.